കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ഡോക്ടർ തരൂർ പറയുന്നത് അങ്ങനെയെങ്കിലും നേതാക്കളെല്ലാം ഒന്നിച്ചല്ലോ എന്നാണ്. ശ്രീ നൌഷാദ് അലി. അല്ല, എല്ലാ നേതാക്കളും ഒന്നിക്കും, ശശി തരൂർ ഒന്നിക്കും, അതിനൊക്കെ സമയമാകുമ്പോൾ അതൊക്കെ സംഭവിക്കും. ഇതേതായാലും ഹൈക്കമാൻഡിന്റെ ചർച്ച കഴിഞ്ഞിട്ടാണല്ലോ ശശി തരൂർ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി അതിനകത്ത് ഇങ്ങനെ ചകഞ്ഞിട്ട് ഇവിടെ പഴുത് എന്ന് നോക്കണ്ട. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം ഈ ശശി തരൂർ ഇവിടെ CPM-ലേക്ക് പോകുന്നതിനെ കുറിച്ചും വരുന്നതിനെ കുറിച്ചും പുകഴ്ത്തുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. CPM-ലുള്ള ഒരു ശശി തരൂരിന് ഇങ്ങനൊരു ലേഖനം പോയിട്ട് ഒരു നോട്ടത്തിലെങ്കിലും ആ പാർട്ടി ലൈനിന് പുറത്തേക്ക് നോക്കാൻ പറ്റുമോ? ഈ കോൺഗ്രസിൽ ശശി തരൂർ എന്തൊക്കെ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ നിലപാടെടുത്തു, അത്തരം നിലപാടുകൾക്ക് കൂടി ഇടമുണ്ട് എന്നുള്ളതാണല്ലോ ശശി തരൂർ വീണ്ടും കോൺഗ്രസിൽ തന്നെ നിന്ന് മുന്നോട്ട് പോകുന്നു, ശശി തരൂരിനെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കൂടിക്കാഴ്ചക്ക് ക്ഷണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ടത് അദ്ദേഹം ഇതിനകത്ത് നിന്നുകൊണ്ട് ആ സ്പേസ് പ്രയോജനപ്പെടുത്തി പോകുന്നു എന്ന് കരുതിയാൽ മതി. പക്ഷേ ശശി തരൂർ ഏതായാലും ഈ വാസ്തവങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം തിരുത്തുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ സ്റ്റാർട്ടപ്പിൻ്റെ കണക്കൊക്കെ പറഞ്ഞത്, ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കണക്കൊക്കെ പറഞ്ഞത്, ഇതൊക്കെ വ്യർത്ഥവും ഇതൊക്കെ പിന്നെ പ്രോപ്പർ അല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിശദീകരിച്ച കണക്കുകളാണ്. ഇതൊരു മോദി ഭരണകൂടത്തെ പദാനുപദം അനുകരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ വിവിധങ്ങളായ അഭ്യാസങ്ങളാണ്. കാരണം അവിടെ 800 ഗ്രാം ഉണ്ടെങ്കിൽ 1 കിലോ ആയിട്ടും 750 മീറ്ററിന് 1 കിലോമീറ്റർ ആയിട്ടൊക്കെ ബെഞ്ച് മാർക്കുകൾ തന്നെ GDP അളക്കാനും പോവർട്ടി അളക്കാനൊക്കെ മാറ്റി സ്ഥാപിച്ച ഒരു പരിസ്ഥിതിയിലൂടെ രാജ്യം പോവുകയാണ്. അതിനെയൊക്കെ CPM-ഉം കോൺഗ്രസും ഒക്കെ ഒരുമിച്ചാണ് എതിർക്കാറ്. ഇപ്പോൾ അവരുടെ അതേ ബെഞ്ച് മാർക്ക് ഉപയോഗിച്ച് കേരളത്തിൽ ഈ കാപട്യം CPM വിളമ്പാൻ നോക്കുമ്പോൾ ശശി തരൂരിനെ പോലെ നിഷ്കളങ്കനായ ഒരു രാഷ്ട്രീയക്കാരൻ കാപട്യങ്ങളും പിന്നെ ചതുര വടിവുകളും മലരികളും ചുഴികളും ഒന്നും കൃത്യമായിട്ട് പ്രായോഗികമായി മനസ്സിലാകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ ഡാറ്റയെ പ്രതിനിധീകരിച്ചിട്ടുണ്ടാവും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പശ്ചാത്തലവും ചരിത്രമൊക്കെ മനസ്സിലാവുമ്പോൾ ശശി തരൂർ തിരുത്തും. ശരി ശ്രീ നൌഷാദ് അലി, അത് പറയുമ്പോൾ ശ്രീ ലാൽകുമാർ അത് കേട്ടു അവിടെ ചിരിക്കുന്നുണ്ട്. ശ്രീ നൌഷാദ് അലി, അത് പറയുമ്പോൾ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഈ ഒക്ടോബർ ഡിസംബർ കാലയളവിൽ കേരളത്തിന്റെ നഗരമേഖലകളിലെ തൊഴിലില്ലായ്മ നിരക്കിൽ കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു ഡേറ്റ കൂടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അർബൻ പോപ്പുലേഷനിൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ വിച്ച് റെസിപ്രോക്കേറ്റ്സ് ടു ഏതിനോട് ശശി തരൂർ അവതരിപ്പിച്ച സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചു വരുന്നു എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കണക്കാണ് തൊഴിലില്ലായ്മ നിരക്കിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. തിരുത്തുണ്ടോ? ഞാനൊന്ന് പറയാം ഗോപികൃഷ്ണ, നിങ്ങള് ഇവിടെ BJP-ക്കാർ 2014 ശേഷമാണ് ഇന്ത്യ ഉണ്ടായത് എന്ന് വിചാരിക്കും പോലെ പിണറായി ഭക്തന്മാർ 2016 ശേഷമാണ് കേരളം ഉണ്ടായത്, കേരളത്തിന്റെ എല്ലാ വളർച്ചയും 2016 ശേഷം അവരുടെ ദൈവം അധികാരത്തിൽ കയറിയതിന് ശേഷമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ പല മേഖലകളിലും ശ്രദ്ധേയമായ 1-ാം സ്ഥാനം ഏതോ കാലത്ത് കൈവരിച്ച് മുന്നോട്ട് വരുന്നതാണ്. അതിന് പാശ്ചാത്യ ചില പിന്നെ പടിഞ്ഞാറൻ വികസിത രാജ്യങ്ങളുമായിട്ടാണ് പല മേഖലകളിലും സാമ്യം. അതൊക്കെ 2016 ശേഷം ഉണ്ടായതാണോ? ഇതിന്റെ ഭാഗമായിട്ട് ഈ സംസ്ഥാനം മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്. അതൊന്നും പിണറായി വിജയന്റെ മാത്രം നേട്ടമാകുന്നത് എങ്ങനെ?